ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് പഴം പുളിശ്ശേരി അല്ലാന്നുണ്ടെങ്കിൽ പഴം മോരുകറി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടുണ്ടെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പഴം പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമാണ്. പഴം പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത പഴം ഉപയോഗിക്കരുത്. അതുപോലെ തീരെ പഴുക്കാത്ത പഴം അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വരില്ല. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിവിടെ ഇതുപോലെ 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല വലിയ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും ഈ ഒരു അളവിന് വേണ്ടിയിട്ട്. ഇനി ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴ കഷ്ണങ്ങൾ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു മൺചട്ടിയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ഏത് മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എരിവുള്ളതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ വറ്റിച്ചെടുക്കേണ്ടി വരും. നേന്ത്രപ്പഴമല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിലുള്ളത് ഈ ഒരു പഴം പുളിശ്ശേരിക്ക് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് അളവിൽ നാളികേരമൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, അതായത് മുഴുവനോട് കൂടിയ കുരുമുളകാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മുഴുവനോട് കൂടിയ കുരുമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് അവസാനം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കുക, അതായത് നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് അല്ലെങ്കിൽ ചെറിയ ജീരകം എന്നൊക്കെ പറയണ ജീരകം ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് മതി, പിന്നെ ഒന്ന് അരഞ്ഞു വന്നതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാൻ. കണ്ടില്ലേ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരണുണ്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കും, പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുള്ളൂ. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള പഴം പുളിശ്ശേരിയൊക്കെ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് നാളികേരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഒരുപാട് നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇതിലേക്ക് നാളികേരത്തിനേക്കാളും കൂടുതൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ പുളിശ്ശേരി വരാം കേട്ടോ. പിന്നെ അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് തന്നെ വ്യത്യാസം വരും. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ സദ്യ സ്റ്റൈലിലുള്ള കാളൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ കാളൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിംഷാസ് കിച്ചണിൽ പോയിട്ട് നോക്കിയാൽ മതി. ഞാൻ ഓണസദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാളൻ്റെ റെസിപ്പി മാത്രമല്ല ഒരുപാട് സദ്യ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാലും മതി. ഞാൻ ഓണസദ്യ റെസിപ്പീസിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും അതുപോലെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ ആ മധുരം തീരെ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ എടുക്കണ നേന്ത്രപ്പഴത്തിനൊക്കെ അനുസരിച്ച് മധുരത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മധുരം തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാധാരണ പഴം പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. ഇനിയിപ്പോൾ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്.
പിന്നെ പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്തങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ പഴം പുളിശ്ശേരി അല്ലാന്നുണ്ടെങ്കിൽ പഴം മോര് കറിയൊന്നും അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈര് ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് പുളിയുള്ള തൈരല്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കട്ടകളോട് കൂടി ചേർത്ത് കൊടുത്താലും അത്രയ്ക്ക് നന്നായിട്ടുണ്ടാവില്ല, പിരിഞ്ഞ പോലെ എടുക്കും. അപ്പോൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് കട്ടകൾ മാറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കറി തിളച്ച് വരാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അതായത് ചെറുതായിട്ടൊന്ന് ആവി വരിക, ആ ഒരു രീതിയിൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അത് കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും, അപ്പോൾ പെട്ടെന്ന് തന്നെ തിളയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത് എന്താ പറയുക, തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ പോലെ ഇരിക്കും, തൈരല്ലേ ചേർത്ത് കൊടുത്തത്. അതുപോലെ ഈ തൈരിന് കട്ടിയും ഉണ്ടാവില്ല, ഭയങ്കര ലൂസായിട്ട് മാറുകയും ചെയ്യും കറി. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. തിളച്ച് വരരുത്. കണ്ടില്ലേ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല, എന്നാലും അത്യാവശ്യം ഇതുപോലൊരു തിക്കായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഴം പുളിശ്ശേരിക്ക് സാധാരണ കുറച്ച് തിക്കായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നതല്ലേ നല്ലത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിടാം. പിന്നെ കറിയുടെ തിക്നെസ് ഒക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. നമുക്ക് കൂടുതൽ ലൂസായിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ എടുക്കുന്ന തൈരിന് തീരെ പുളിയില്ല എന്നുണ്ടെങ്കിലും പുളിശ്ശേരിക്കൊന്നും തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പുളിയില്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസം പുറത്ത് വെച്ചാൽ മതി. പ്രത്യേകിച്ച് പുറത്തൊക്കെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയണ പോലെ നാടൻ റെസിപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ അളവും കൂടിപ്പോയരുത് കേട്ടോ. ഉലുവയുടെ അളവൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറിക്ക് ഭയങ്കര കയ്പ്പ് രസം വരും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് മുറിച്ചതിന് ശേഷം, അതായത് ഉണക്കമുളക് മുറിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു 1/4 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കറികൾ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ അവസാനം എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് പിന്നെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു കളറുണ്ടാവും. പ്രത്യേകിച്ച് മീൻ കറി അതുപോലെയുള്ള കറികൾക്കൊക്കെ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നന്നാവും കേട്ടോ. ഇനി എല്ലാം കൂടി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പഴം പുളിശ്ശേരി അല്ലാന്നുണ്ടെങ്കിൽ പഴം മോര് കറി റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ തന്നെ മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ബിഗിനേഴ്സിനും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന, അതായത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി തന്നെയാണല്ലോ. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സദ്യയുടെ ഒക്കെ തലേദിവസം തയ്യാറാക്കി വെക്കാവുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. ഒരുപാട് ടൈപ്പ് മോരുകറിയുടെയും അതുപോലെ പുളിശ്ശേരിയുടെയൊക്കെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വെണ്ടയ്ക്ക പുളിശ്ശേരി, പിന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തയ്യാറാക്കാവുന്ന പുളിശ്ശേരി, നാളികേരമില്ലാതെ തയ്യാറാക്കണ പുളിശ്ശേരി, അങ്ങനെ വെറൈറ്റി പുളിശ്ശേരികളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിംഷാസ് കിച്ചണിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ തയ്യാറാക്കണ കാളൻ അതുപോലുള്ള ഐറ്റംസും ഉണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.